എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സംസ്ഥാനത്തെ ഭരണം മാറാൻ വേണ്ടി പോവുകയാണ്. പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കും. ആദ്യ ക്യാബിനറ്റിൽ തന്നെ 5 ഗ്യാരണ്ടികളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, സന്തോഷകരമായിട്ടുള്ളത്, സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങളാണ്. മുൻ സർക്കാർ ഇലക്ഷൻ വേണ്ടി നടപ്പിലാക്കും എന്ന് പറഞ്ഞ് നടപ്പിലാക്കി തുടങ്ങുകയും മാർച്ച് മാസത്തോടു കൂടി നിർത്തലാക്കുകയും ചെയ്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ പുനഃസ്ഥാപിക്കുന്ന നടപടിയും പുതിയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, KSRTCയിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഏത് സ്ത്രീകൾക്കും സൗജന്യമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനവും ഉടൻ വരികയാണ്. ഇതിന്റെ നടപടികൾ സംസ്ഥാനത്ത് KSRTC വകുപ്പിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ KSRTCയിൽ യാത്ര ചെയ്യുന്ന ഓരോ ആളുകൾക്കും നൽകുന്ന ടിക്കറ്റിൽ ജെൻഡർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീ എന്നോ പുരുഷനാണോ എന്ന് രേഖപ്പെടുത്തിയാണ് ടിക്കറ്റ് വിതരണം ചെയ്യുന്നത്. കേരളത്തിൽ ശരാശരി എത്ര സ്ത്രീകളാണ് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് എന്ന് അറിയുന്ന കണക്കെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇന്നു മുതൽ തന്നെ ഇത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത്. പുതിയ മന്ത്രിസഭയുടെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിലാണ് ഇത് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വരുമാന പരിധിയോ മറ്റൊന്നും നോക്കാതെ തന്നെ കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഉപകാരപ്പെടുന്ന ഒരു ആനുകൂല്യമാണ് ആദ്യ പ്രഖ്യാപനമായിട്ട് വരാൻ പോകുന്നത്. മറ്റൊന്ന് സ്ത്രീ സുരക്ഷാ പെൻഷനാണ്. പിണറായി സർക്കാർ ഇലക്ഷന് മുന്നോടിയായിട്ട് പ്രഖ്യാപിക്കുകയും നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് 2 മാസം, ഫെബ്രുവരി മാസത്തെയും മാർച്ച് മാസത്തെയും മാത്രം വിതരണം ചെയ്തുകൊണ്ട് നിർത്തലാക്കുകയും ചെയ്തിട്ടുള്ള പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകളോട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അപേക്ഷ നൽകാൻ പറയുകയും ക്യൂ നിന്ന് അപേക്ഷ നൽകി ഇത് തുടങ്ങി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, വോട്ട് പെട്ടിയിലായി കഴിഞ്ഞപ്പോൾ അത് നിർത്തുന്ന സാഹചര്യമാണ് കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കാണാൻ ഇടയായത്. ആ ഒരു പദ്ധതി പുനഃസ്ഥാപിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ എങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ, അതായത് മുടങ്ങിയത് മുതലുള്ള പെൻഷൻ ലഭിക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഇനി UDF സർക്കാർ ഇതിൽ മാറ്റങ്ങളോട് കൂടിയാണോ നടപ്പിലാക്കുക എന്നുള്ള ഒരു സൂചനകളും ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ക്ഷേമ പെൻഷൻ BPL റേഷൻ കാർഡുള്ളവർക്ക് മാത്രമല്ല, വരുമാന പരിധിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും വരുമാന പരിധിയുടെ അടിസ്ഥാനത്തിൽ APL BPL വ്യത്യാസമില്ലാതെ ഇത് വിതരണം ചെയ്തേക്കും എന്നുള്ള സൂചനകളുമുണ്ട്. ഇതൊക്കെ വാർത്തകളാണ്. ഇതെല്ലാം കൃത്യമായിട്ട് അറിയണമെങ്കിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് ക്യാബിനറ്റ് യോഗങ്ങൾ കഴിയേണ്ടതുണ്ട് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു വളരെ പ്രധാനപ്പെട്ട സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് കൂടി നിങ്ങളോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു. ഈ മാസം സ്ത്രീ സുരക്ഷാ പെൻഷൻ മെയ് മാസത്തിൽ ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏപ്രിൽ മാസത്തെയും പോലെ തന്നെ മെയ് മാസത്തിലും കുടിശ്ശികയാവും. ഇപ്പോഴും പുതിയ ഭരണസമിതി, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മാസവും അതിന്റെ ഒരു വിതരണം ഉണ്ടായിക്കില്ല എന്നുള്ളതാണ് വിവരം. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.